ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ച ഒരു നടനെ കാണാനില്ല. പറയുന്നത് ബിഷപ്പ് മാർ മിലിത്തിയോസ്. നേരത്തെ യാക്കോബായ സഭാംഗമായിരുന്നു, പിന്നീട് മറുകണ്ടമൊക്കെ ചാടുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ നരേന്ദ്രമോദിയെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ അധിക്ഷേപിക്കുകയാണ്. ഒരു സഭാ പുരോഹിതന് ചേർന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ. ഈ മെത്രാൻ യൂഹാനോൻ മാർ മിലിത്തിയോസ്, അതെ, അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് പഠിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ പറയാറില്ലേ നാട്ടിലെ? അതായത് അതായത് രാഹുൽ ഗാന്ധി പോഴനാണെന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത പോഴൻ ഞാനാകണം എന്ന് വലിയ വാശിയിലാണ് ഈ യൂഹാനോൻ മാർ മിലിത്തിയോസ്. സുരേഷ് ഗോപിയെ സിനിമ കാണാറില്ലെന്ന് തോന്നുന്നു ഈ മെത്രാൻ. അടുത്ത കാലത്ത് JSK എന്നോ അല്ലേ സിനിമ വന്നിരുന്നില്ലേ? തിയേറ്ററിൽ പോയിരുന്നെങ്കിലും കാണാമായിരുന്നല്ലോ. അത്ര കൊതി മൂത്തിരിക്കുവാണെങ്കിൽ കൊതി ഭയങ്കര. അല്ലെങ്കിൽ കുറെ കാസറ്റ് CD യൂട്യൂബിൽ കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞ് വലിയ സിനിമയിലൊക്കെ ഹിറ്റ്. ഇതൊക്കെ ഇടക്കിടക്ക് എടുത്ത് അങ്ങനെയാണെങ്കിൽ പൂതി തീരും. ഈ മിലിത്തിയോസിന്റെ ഒന്നാമത് വലിയ ക്യാരക്ടർ ഒന്നും ഉള്ള ആളല്ല ഈ മിലിത്തിയോസ് എന്ന് പറയുന്ന ആള്. യാക്കോബായ സഭയിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിലേക്ക് കാലുമാറിയ ഒരാളായിട്ടാണ് അല്ലേ അറിയപ്പെടുന്നത്. വഖഫിനെ അനുകൂലിച്ച് അല്ലേ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ മോദി വാരാണസിയിൽ 6000 ചില്ലുവാനും വോട്ടിന് പിന്നിൽ. ഇത് 1 മിനിറ്റ് നേരത്തേക്കാണെങ്കിൽ പോലും എനിക്ക് ആഹ്ലാദമാണ്. ഇന്നിങ്ങേര് ഇത് കണ്ടിട്ട് ഉടനെ അല്ലേ പോസ്റ്റിട്ട ആളാണ്. ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റിട്ട് ഹർഷോന്മാദത്തിൽ മുഴുകി നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ ഇങ്ങനെ മാർക്സിസ്റ്റ് ആണോ? അല്ല. പിണറായി വിജയൻ അമേരിക്കയിൽ പോയപ്പോഴും ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾ ഈ പോസ്റ്റ് ഇടുന്നത് ആളുകളെ ചീത്ത വിളിക്കാനാണ്. അപ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ഇങ്ങനെ ഒരു മനോസുഖമല്ലേ. നമ്മളെ പോലെയാണ് ബാക്കിയുള്ളവരും കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹർഷോന്മാദം. ഇങ്ങനത്തെ ഇത് സത്യത്തിൽ ഞരമ്പ് രോഗമാണ്. ഞരമ്പ് രോഗികൾക്കാണ് ഈ ചൊറിച്ചിലെ അസുഖങ്ങൾ ഒക്കെ വരുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി കാണാനില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് ഗോപി മണിപ്പൂരിലോ മറ്റോ ആയിരുന്നു. സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് അയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പല സ്ഥലത്ത് ആവശ്യമുണ്ട്. പിന്നെ ഈ മെത്രാന് ഈ ആക്രാന്തത്തിന്റെ ആവശ്യം എന്താ? ഈ മെത്രാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇയാൾ എപ്പോഴെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ഒരു പോസ്റ്റ് ഇടുന്ന നമ്മൾ കണ്ടിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്? ഇയാൾക്ക് ഒരു കാരണവശാലും കാണേണ്ടാത്ത ആളല്ലേ സുരേഷ് ഗോപി? അതെ. പിന്നെന്തിനാണ് കാണുന്നില്ല എന്ന് പറയുന്നത്? ചിലപ്പം പഴയ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ സുരേഷ് ഗോപി കാണുന്നതായിരിക്കും പുള്ളിക്ക് ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ VS സുനിൽകുമാർ ഇടക്കിടക്ക് ഈ മെത്രാനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. മെത്രാൻ CPIയിൽ ചേർന്നിട്ടുണ്ടാവും ഇല്ലേ? അധികം ആളുകളില്ലല്ലോ. അപ്പൊ മെത്രാൻ ജോലി കഴിഞ്ഞാല് അവിടെ പാർട്ടി പ്രവർത്തനം ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ 7 നിയമസഭാ മണ്ഡലം കാണുമല്ലോ ശരാശരി. ഒരു നിയമസഭാ മണ്ഡലത്തിലെങ്കിലും ചിലപ്പോൾ മത്സരിക്കാൻ കഴിയുമായിരിക്കുന്ന മെത്രാൻ ജോലി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ സുരേഷ് ഗോപിയെ പറ്റി ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കുറെ CPIക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ONV മത്സരിച്ചപ്പോൾ സ്വന്തം വാർഡിൽ തോറ്റുപോയില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എന്ന് പറഞ്ഞ പോലെ സുനിൽകുമാർ സ്വന്തം സ്ഥലമായിട്ടുള്ള അന്തിക്കാടും തോറ്റുപോയി അല്ലേ? നാട്ടുകാർക്ക് ആവശ്യമില്ലാതെ വന്നു. ഇതാണ് പ്രശ്നം. പിന്നെ അസൂയ മൂത്തിട്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലുള്ളവരൊക്കെ അവിടെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. സ്വാഭാവികമായിട്ട് ഒരാൾ സുനിൽകുമാറിന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ. ഈ സുനിൽകുമാറിനെയൊക്കെ പയ്യനായിരുന്ന കാലം മുതൽ എനിക്കറിയാം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സുനിൽകുമാറിന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ സുനിൽകുമാറിന് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സുനിൽകുമാറിന് സംശയം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ സുരേഷ് ഗോപിയുടെ ഭാര്യയും പിള്ളേരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നതില് അസൂയ. അതാണ് അസൂയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി അല്ലേ? കേന്ദ്രമന്ത്രിക്ക് ആ മന്ത്രിസഭ നൽകുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇപ്പം ചിലപ്പം UAE നിന്നോ അല്ലെ സൗദിയിൽ നിന്നോ ഒക്കെ ഭരണാധികാരി വരുമ്പോൾ സ്വീകരിക്കാൻ പോകേണ്ട അദ്ദേഹമായിരിക്കും, അല്ലെ മണിപ്പൂരിലെ മറ്റൊരു കാര്യത്തിൽ പോകേണ്ട അദ്ദേഹമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ പോകാൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അല്ലാതെ ഒരു മെത്രാൻ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർ വന്ന് എപ്പോഴും ഇരിക്കേണ്ട ഒരു സാധാരണ MP മാത്രമല്ല അദ്ദേഹം. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇനി അവിടെ ജയിക്കാൻ പാടില്ല.
കാരണം ഇവർക്ക് ജനങ്ങളോട് പുച്ഛമാണ്. കാരണം ജനങ്ങൾ ഇവരുടെ കൂടെ ഇല്ലല്ലോ. ജനം സുരേഷ് ഗോപിയുടെ കൂടെ ആയിപ്പോയി. ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ സുരേഷ് ഗോപി. അദ്ദേഹം മന്ത്രിയായി. അപ്പോൾ ജനങ്ങളോടുള്ള പുച്ഛമാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനം സുരേഷ് ഗോപിയുടെ കൂടെ, അത് ഇവർക്ക് പിടിക്കുന്നില്ല. പിന്നെ BJP അവിടെ നന്നായിട്ട് വോട്ട് ചേർത്തു ആളുകളെയൊക്കെ. നന്നായിട്ട് പണി നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണത്. ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തു. പണിയെടുത്തതിൻ്റെ ഒരു ഫലം കൂടി അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ആവശ്യമില്ലാത്തവരെയൊക്കെ ഒഴിവാക്കുകയും ഒക്കെ. സത്യത്തിൽ ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ ആളുകളെ ചേർക്കുന്നതും ചേർക്കാതിരിക്കുന്നതും ഒക്കെ അല്ലേ. BLOമാർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് എടുക്കുന്നതല്ലേ. ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും അല്ലല്ലോ. വീട് വീടാന്തരം കയറി ആളുകളെ ചേർക്കുന്നതും ഒക്കെ. അപ്പോൾ ആ പണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇനി ജയിക്കാൻ പാടില്ല അവിടെ. അതുകൊണ്ട് എന്ത് സംഭവം വന്നാലും സുരേഷ് ഗോപി എവിടെയായിരുന്നു എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ. ഇപ്പോൾ മറ്റേ നിമിഷപ്രിയയില്ലേ, നിമിഷപ്രിയയുടെ കാര്യത്തിൽ സുരേഷ് ഗോപി എന്താണ് ഇടപെടാത്തത് എന്ന് ചോദിച്ച് ഞാൻ കണ്ടു. കാന്തപുര ഉസ്താദ് ഇടപെട്ടിട്ട് വധശിക്ഷ റദ്ദാക്കിക്കോ, ഇതിൻ്റെ സത്യമാണോ ഇത് നമുക്കൊരു പിടിയില്ല. ഭയങ്കര മിസ്റ്ററിയാണ്. കാരണം തലാലിൻ്റെ സഹോദരൻ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി തീരുമാനിക്കണം എന്നാണ്. എത്രയും പെട്ടെന്ന് കൊല്ലണം തന്നെയാണ് ആവശ്യം. മാറിപ്പോയില്ലേ. അപ്പം ഇവർ ഈ കാര്യത്തിൽ സുരേഷ് ഗോപി എന്ത് ചെയ്തു? സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത്. സുരേഷ് ഗോപി കിടന്നു കൊടുക്കാൻ പറ്റില്ല സാറേ. ഇപ്പം ദേശീയ അവാർഡ്, സിനിമയുടെ അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ സഹനടിയായിട്ട് അവാർഡ് കിട്ടിയ ഒരു നടി എന്ന് പറയുന്നത് സുരേഷ് എവിടെ? ഇനി സുരേഷ് ഒന്ന് വിളിക്കാമോ? അദ്ദേഹം മന്ത്രിയല്ലേ. കാരണം സുരേഷ് ഗോപി വന്നിട്ട് പറ എനിക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന സഹനടി എന്നുള്ള പുരസ്കാരം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സുരേഷ് ഗോപി. ചുരുക്കം പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ BJP ടിക്കറ്റിൽ മത്സരിച്ച് MP ആയി എന്നുള്ളത് ഇപ്പോഴും അംഗീകരിക്കാൻ പലർക്കും. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഞാൻ ഒരു ആവേശത്തിൽ നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണനുമായിട്ട് ഉർവശിയെ പറ്റി ചർച്ച ചെയ്തതാണ്. രാധാകൃഷ്ണനും ഓർമ്മയിൽ നിന്ന് ഉർവശിയുടെ ഒരുപാട് സിനിമകൾ പറഞ്ഞു അന്ന്. ഞാനും പറഞ്ഞു. ആ മതിപ്പ് മുഴുവൻ കളയുന്ന വിധത്തിലാണ് ഉർവശി കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. എന്താണെന്നറിയാമോ പ്രശ്നം? പോഴത്തമാണ് പറഞ്ഞത്. ഈ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ക്രെഡിറ്റ് ഇല്ലേ, ഇത് ജൂറിക്ക് കൊടുക്കുമല്ലോ. ജൂറിക്ക് കൊടുക്കുമ്പോൾ അതിൽ നായികയായിട്ട് പാർവതി തിരുവോത്തിനെയാണ് വെച്ചിരിക്കുന്നത്, സഹനടിയായിട്ടാണ് ഉർവശി. അപ്പൊ സഹനടി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. സഹനടി സ്ഥാനത്തുള്ള ഒരു നടി എങ്ങനെ മെയിൻ നടിക്കുള്ള പുരസ്കാരത്തിന് പരിഗണിക്കും അല്ലേ? പറ്റില്ല, അങ്ങനെ കൊടുത്തിരിക്കുന്നേ. അപ്പൊ സഹനടി സ്ഥാനത്തേക്കാണ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ ഉർവശിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2005 ഇവര് ദേശീയ തലത്തിൽ സഹനടിക്കുള്ള അവാർഡ് മേടിച്ചല്ലേ. അന്നേരം ഇത്രയും ബുദ്ധിയില്ലായിരുന്നു. അന്നെന്താ ആളുകളെ പറ്റിയൊന്നും അന്ന് ഭരിക്കുന്നത് BJP സർക്കാരല്ലായിരുന്നു. ചോദിക്കാൻ പറ്റില്ല. ഇന്ന് ആരോ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വന്ന് പോഴത്തം പറഞ്ഞാണ്. സഹനടി അതിൽ പാർവതി തിരുവോത്താണ് നായിക ആ സിനിമയില്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഈ പ്രായത്തിലും. അതാണ് അവിടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്. പക്ഷെ നമ്മള് അവരെ നല്ല മികച്ച നടിയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നിർമ്മാതാവും ഇല്ലേ, പൈസ മുടക്കിയവരുണ്ടല്ലോ, സംവിധായകൻ ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞ ആള്, അവര് സഹനടിയായിട്ടാ ഉർവശിയെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ മികച്ച നടിക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ അവസാന നിമിഷം വരെ മത്സരിക്കാൻ നിന്നത് പാർവതി തിരുവോത്തായിരുന്നു. അവരെ പിന്തള്ളിയാണ് മറ്റവരെ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത്. അവിടെ ഉർവശി വന്നിട്ടില്ല. പിന്നെ ഇവര് പറയാണ് സുരേഷ് ഗോപി ഇതിന് വരില്ല, കാരണം ഇവര് സഹനടിയാ സിനിമയില്. അപ്പൊ പിന്നെ സുരേഷ് ഗോപി മറുപടി പറയാൻ പറയുന്നത് എന്തർത്ഥത്തിലാ? അവര് സുരേഷ് ഗോപിയുടെ എനിക്ക് തോന്നുന്നത് വേറെ ആരോ മറ്റേ തിരിച്ചപ്പോ കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകൻ കിട്ടിയല്ലോ, പുരസ്കാരം കിട്ടി. അതും കൂടി അതിന്റെ അടിസ്ഥാനത്തിലാണോ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞതെന്ന് തോന്നുന്നു. ഉറപ്പില്ല എനിക്ക്. ചുരുക്കം പറഞ്ഞാൽ പള്ളിയിലച്ചനായാലും കൊള്ളാം, സിനിമാ നടി ആയാലും കൊള്ളാം, രാഷ്ട്രീയക്കാരനായാലും കൊള്ളാം, എല്ലാവർക്കും നെഞ്ചത്ത് കയറാനുള്ളത് സുരേഷ് ഗോപിയുടെ മാത്രം. സുരേഷ് ഗോപിക്ക് ആ സിനിമ അവാർഡുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്താന്ന് വെച്ചാൽ അദ്ദേഹം മെമ്പർ ഇല്ലല്ലോ. പ്രദീപ് നായർന്നോ മറ്റോ പറഞ്ഞ ഒരാളാണ് അല്ലേ, അതെ, കേരളത്തിൽ നിന്ന് അംഗമായിരുന്നു. അല്ലെ തന്നെ കേന്ദ്രമന്ത്രിയായി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും സുരേഷ് ഗോപി മറുപടി പറയണോ? അതെ,
അപ്പോൾ പള്ളിയിലച്ഛൻ അവരുടെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇങ്ങനെ സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മൈലേജ് കിട്ടും, സമൂഹ മാധ്യമങ്ങൾ ഞാൻ നിറഞ്ഞു നിൽക്കും എന്നുള്ള ചിന്തയും കൂടെ ആയിരിക്കില്ലേ? സുരേഷ് ഗോപിയെ കാണാനില്ല എന്നാണല്ലോ ഈ മിലിത്തിയോസ് പറഞ്ഞത്. അതെ. ഈ മിലിത്തിയോസിനെ പോലെ വേറൊരാള് കൂറിലോസ് എന്ന് പറഞ്ഞൊരാള് ഉണ്ടായിരുന്നു, ആ നിരണം ഭാഗത്തോ അങ്ങാണ്ട്. പുള്ളിയാണ് ഈ വെർച്വൽ അറസ്റ്റിൽപ്പെട്ടത്. നോർത്ത് ഇന്ത്യ എന്നുള്ള നിങ്ങളിപ്പോൾ CBI അറസ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ കുറെ പൈസ, കുറെ ലക്ഷങ്ങൾ എടുത്ത് തട്ടിപ്പുകാർക്ക് കൊടുത്തു. ഇത്രയും ബുദ്ധിയെ കൂറിലോസിന് ഉണ്ടായിരുന്നുള്ളൂ. കാരണം കൂറിലോസ് പണ്ട് ചങ്ങനാശ്ശേരി പഠിക്കുന്ന കാലത്തെ ലോക്കൽ കമ്മിറ്റി അംഗമോ മറ്റോ ആയിരുന്നു എന്ന് രാധാകൃഷ്ണൻ പറയുണ്ടായി. സഖാവായിരുന്നു മുംബൈ എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ ചെറിയ തോതിലുള്ള ഒരു സഖാവാണ് ഈ മിലിത്തിയോസെ. CPI-കാരനാണെന്നോ മറ്റോ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ടാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിനെ BJP ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മിലിത്തിയോസ് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മിലിത്തിയോസിന് അറിയില്ല. ആത്മീയ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നും അറിയില്ല. യേശു ആരായിരുന്നു എന്ന് ഒരു വിവരവും ഇല്ല. അതാണ് യേശു കാരുണ്യവും സഹതാപവും അനുതാപവും അനുകമ്പയും സ്നേഹവും ഒക്കെ പറഞ്ഞിരുന്നതാണ്. മിലിത്തിയോസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ബൈബിള്, പുതിയ നിയമത്തിന് പഴയ നിയമത്തിൻ്റെ അത്രയും പേജില്ല. പഴയ നിയമം 1000 പേജൊക്കെ ഉണ്ടല്ലോ, പുതിയ നിയമം അത്രയില്ല, ചെറിയ പുസ്തകമാണ്. അത് വായിക്കുക. അത് മൊത്തം വായിക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷമോ യോഹന്നാൻ്റെ സുവിശേഷമോ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വായിച്ചിട്ട് യേശു ആരാണ് എന്നറിയുക. അപ്പോൾ മനുഷ്യരോട് മര്യാദയ്ക്ക് എങ്ങനെ സംവദിക്കാൻ കഴിയും, എങ്ങനെ പെരുമാറാൻ കഴിയും, എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാവും അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് മിലിത്തിയോസ് മെത്രാൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് യേശുവിനെ അറിയുക എന്നുള്ളതാണ്. അത് ചില പെന്തക്കോസ്തുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു എന്നും വരും. അങ്ങനെയും ചെയ്യാം. സാർ, ഈ ക്രൈസ്തവ പുരോഹിതനാണെങ്കിലും യേശുവിനെ കുറിച്ച് അറിയണമെന്നൊക്കെ സാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതേ വ്യക്തി ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചില സാമ്പത്തിക നേട്ടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി ചാടുവോ? അങ്ങനെ ചാടിയ ആൾ കൂടിയാണ് ഈ മിലിത്തിയോസ്. ചില സമയത്ത് മെത്രാനാക്കാന്ന് പറഞ്ഞാലും ചാടാറുണ്ട്. അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇല്ലേ ജോലി ചെയ്യാം എന്ന് പറഞ്ഞാലും ചാടാം. ചില ആളുകൾ വിവാഹം കഴിക്കാൻ വേണ്ടി ചാടാറുണ്ട്. അങ്ങനെയുണ്ട്. കത്തോലിക്ക വൈദികന്മാര് മറ്റേ ഓർത്തഡോക്സിലോ യാക്കോബായോയിലോ ചേർന്നാൽ അവർക്ക് വിവാഹം കഴിക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. തരാതരം എന്ന് പറയില്ലേ, അന്നത്തെ കമ്പോള നിലവാരം എന്നൊക്കെ പറയില്ലേ, ആ നിലയ്ക്ക് മാത്രം മിലിത്തിയോസിനെ കണ്ടാൽ മതി. അങ്ങനെ നിലവാരമുള്ള ഒരാൾ എന്തിനാണ് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ പരാമർശം നടത്താൻ വരുന്നത്? അതാ ഞാൻ ആദ്യം പറഞ്ഞത്, രാഹുൽ ഗാന്ധിക്ക് പിടിക്കുകയാണ് മിലിത്തിയോസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.